സുഖാനുഭവങ്ങളിൽ മുഴുകി ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുകയാണ്. സുഖാനുഭവങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുകയാണ്. ഏറ്റവും സുപരിചിതമായ, ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ഈശോമിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോ ഒന്ന് തൊട്ടാൽ നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്നെ സന്തോഷിച്ചിരുന്ന പാപങ്ങൾ ഓർത്ത് നീ പൊട്ടിക്കരയും. പിന്നീട് നീ പാപം ചെയ്യുന്നത് ഒരു അറപ്പായിട്ട് മാറും. പാപം ചെയ്യാതെ ഉറങ്ങാൻ പറ്റാതിരുന്ന നിനക്ക് പാപം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മ്ലേച്ഛത അല്ലെങ്കിൽ ഏറ്റവും വലിയ അറപ്പായിട്ട് മാറും. ഈശോ നിന്നെ തൊടാനായിട്ട് നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, കാലഘട്ടങ്ങളുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ലൗകികമായ അരൂപിയുടെ ഒരു ബന്ധനത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ബൈബിളിൽ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 1 തിമോത്തിയോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, സുഖാനുഭവങ്ങളിൽ മുഴുകി ജീവിച്ചിരിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുകയാണ്. സുഖാനുഭവങ്ങളിൽ മുഴുകി ജീവിക്കുന്നവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുകയാണ്. ഏറ്റവും സുപരിചിതമായ, ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായൊരു വചനമാണ് ലൂക്ക 21:34. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണമെന്നത്. ഇന്ന് ഒരുപക്ഷെ സന്തോഷിപ്പിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. നമ്മെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നത് പലപ്പോഴും ഈ ലോകത്തിലെ സന്തോഷങ്ങളാണ്. ചിലപ്പോൾ ഒരു സന്തോഷമായിട്ട് മാറാറുണ്ട്. മൊബൈൽ ഫോണിലൂടെയുള്ള തെറ്റായ ബന്ധങ്ങൾ ഒരു സന്തോഷമായിട്ട് മാറാറുണ്ട്. ഈ ഭൗതികമായിട്ടുള്ള സുഖലോലുപനായിട്ട് ജീവിക്കുന്നത് ഒരു സന്തോഷമായിട്ട് മാറാറുണ്ട്. ഈ ജഡത്തിൻ്റെ സന്തോഷങ്ങളിൽ തെറ്റായ ബന്ധങ്ങളിലും അശുദ്ധമായ പാപങ്ങളിലും കഴിയുന്നത് ഒരു സന്തോഷമായിട്ട് മാറാറുണ്ട്. ദൈവം തൊടാത്ത അനുഭവത്തിലുണ്ട്. നീ ദൈവത്തിലേക്ക് കടന്നു വരാൻ, ദൈവത്തിൻ്റെ വഴിയിലൂടെ കടന്നു വരാനായിട്ട്, കർത്താവിൻ്റെ മാർഗത്തിൽ ചരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങൾ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമായിട്ട് നിന്നെ കാണും. ദൈവം നിന്നെ തൊട്ടാൽ നീ ഒരിക്കൽ സന്തോഷമായിട്ട് കരുതിയിരുന്നത് സന്തോഷമല്ല, അത് കണ്ണുനീരാണ്, നിൻ്റെ തകർച്ചയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ നിനക്ക് ഒരിക്കലും പാപം ചെയ്യാനായിട്ട് കഴിയുകയില്ല. നിനക്കൊരിക്കലും പിന്നീട് പാപത്തിൻ്റെ വഴിയിലൂടെ ചരിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് ഈശോ ഒന്ന് വ്യക്തിപരമായിട്ട് നിന്നെ തൊടാനായിട്ട് നീ ഒന്ന് ആഗ്രഹിച്ച് ദൈവം നിൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടാനായിട്ട് ശക്തമായിട്ട് ആഗ്രഹിക്കണം. അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇന്നലകളിലെ പാപസന്തോഷങ്ങൾ നിനക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയാണ്. ജീവിതത്തിൽ നീ ഒരുപക്ഷെ വെറുക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിലെ സന്തോഷിപ്പിച്ചത് ഇന്ന് നീ വെറുക്കാനായിട്ട് കഴിയണമെങ്കിൽ നിന്നെ ഈശോ തൊട്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. സമരിയാക്കാരി സ്ത്രീയെ ഈശോ തൊട്ടതുകൊണ്ടാണ് പിന്നീട് ഒരു പുരുഷന് വേണ്ടിയുള്ള ദാഹം നഷ്ടപ്പെട്ട് ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹം അവളുടെ ഉള്ളിൽ നിറഞ്ഞത്. ഈശോ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്കും ലോകത്തിനും ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം മാറി ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിറയും. അതാണ് ഈ ദൈവാനുഭവം എന്ന് പറയുന്നത്. ഈശോയ്ക്ക് വേണ്ടിയുള്ള ദാഹം, ഈശോയെ അറിയാൻ വേണ്ടിയുള്ള ദാഹം. ഈജിപ്തിലെ സെയിൻറ്റ് ആൻ്റണിയെക്കുറിച്ച് പറയുന്നത്, ഈജിപ്തിലെ ആൻ്റണിയുടെ ബാല്യകാലത്ത് വളരെ സമ്പന്നനായൊരു കുടുംബത്തിൽ ജനിച്ച് സമ്പന്നനായിട്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന് വചനം കേൾക്കുന്നത്. ദേവാലയത്തിൽ പോയപ്പോൾ വചനം കേൾക്കുകയാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും, നിക്ഷേപമുണ്ടാകും. ഇത് ആൻ്റണിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ഉടനെ തന്നെ തനിക്കുള്ളതെല്ലാം വിറ്റ് അതിനപ്പുറമുള്ള സന്തോഷത്തെ സെയിൻറ്റ് ആൻ്റണി ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹോദരിക്കും മാത്രം അത്യാവശ്യമുള്ളതെല്ലാം മാത്രം സൂക്ഷിച്ചിട്ട് ബാക്കിയെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കും, ബാക്കിയെല്ലാം കൊടുക്കുകയാണ്. പിന്നീട് വീണ്ടും അദ്ദേഹം വചനം കേൾക്കുമ്പോൾ ആ വചനം ഉള്ളിലേക്ക് കടന്നു വന്നു. നാളെയെക്കുറിച്ച് നീ ആകുലനാകരുത്. പിന്നീട് ഈ തനിക്ക് സഹോദരിക്കുള്ള സമ്പത്ത് വിറ്റിട്ട് പൂർണ്ണമായിട്ട് ഒരു പരിത്യാഗ ജീവിതത്തിന് വേണ്ടി അദ്ദേഹം ഈ ലോകത്തിലേക്ക് ഇറങ്ങിയാണ്. സഹോദരിയെ ഒരു സന്യാസ അല്ലെങ്കിൽ ഒരു മഠത്തിൽ ഏൽപ്പിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. നിത്യരക്ഷയ്ക്ക് വേണ്ടി ഈശോ തൊട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് ജീവിതത്തിലൊരു ബോധ്യമുണ്ടായി, ഇനി ഞാൻ ജീവിക്കേണ്ടത് യേശുക്രിസ്തുവിന് വേണ്ടിയാണ്, ഈശോയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. ആ ഒരു ദാഹം അവൻ
സെയിൻറ്റ് ആൻ്റണിയുടെ ഉള്ളിൽ തന്നെ ഉണ്ടായി. അലോഷ്യസ് ഗോൺസാഗയുടെ ജീവിതത്തിൽ, അന്തോനീസിൻ്റെയൊക്കെ ജീവിതത്തിൽ, ക്ലാര പുണ്യവതിയുടെ ജീവിതത്തിൽ വളരെ സമ്പന്നമായ അവസ്ഥയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് ഈശോ മിശിഹായെ അനുഗമിക്കാനുള്ള കാരണം, ഈശോയെ അനുഗമിക്കുകയും ഒരു സുവിശേഷ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. ആനന്ദം എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ദൈവം നിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറും. എല്ലാം നഷ്ടപ്പെട്ട് ദൈവം മാത്രമായിട്ട് മാറും. അത് ഏറ്റവും വലിയ ആനന്ദമാണ്. ഫ്രാൻസിസ് അസീസി അനുഭവിച്ച ആനന്ദമാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തും സന്തോഷവും ദൈവമായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക ഏറ്റവും വലിയ കൃപയുടെ അഭിഷേകമാണ്. അതുകൊണ്ട് നമ്മളും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ നിന്നെ ഈശോ തൊട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ നിനക്ക് അറപ്പുള്ള അല്ലെങ്കിൽ വളരെയധികം വേദനിപ്പിക്കുന്ന അനുഭവമായിട്ട് മാറും. യേശുവിന് വേണ്ടി ജീവിക്കുക, കർത്താവിൽ പൂർണ്ണമായിട്ട് പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുക, കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റവും എളിമയോടുകൂടി ജീവിക്കുക. ഈശോ നിന്നെ തൊടട്ടെ, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടട്ടെ, ദൈവം നിൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കട്ടെ. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, സഹനത്തിൻ്റെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു. നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു മേഖലയുണ്ട്. ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാത്ത ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ ഈ വചനം കർത്താവിൽ പ്രത്യാശ അർപ്പിക്കും. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ ദൈവമായിട്ട് മാറട്ടെ. അതുകൊണ്ട് ഇന്ന് പാപത്തിൽ സന്തോഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈശോ നിന്നെ തൊടട്ടെ. തൊട്ട് കഴിഞ്ഞാൽ ഈ പാപം സന്തോഷങ്ങൾ നിനക്ക് കഴിഞ്ഞകാല പാപത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഈശോ നിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് മാറും. ഈശോ നിൻ്റെ സന്തോഷമായിട്ട് മാറട്ടെ. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു.